വൈക്കത്തഷ്ടമി നാളിൽ നടന്ന അഷ്ടമി വിളക്ക് ആയിരക്കണക്കിന് ഭക്തരെ ആനന്ദ നിർവൃതിയിലാക്കി. അത്താഴപശ്ചിനിയുമായി ഉപവാസത്തോടെ പുത്രനെ പ്രതീക്ഷിച്ച് കാത്തുനിൽക്കുന്ന പിതാവായ വൈക്കത്തപ്പൻ അഷ്ടമി നാളിലെ ഒരു പൂജയെങ്കിലും പൂർത്തിയാക്കണമെന്ന വിചാരത്തോടെ പുറത്തേക്ക് എഴുന്നള്ളി. ഗജവീരൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ വൈക്കത്തപ്പന്റെ തങ്കത്തിടം പേറ്റി. ആർഭാടങ്ങളും വാദ്യമേളങ്ങളും ഇല്ലാതെ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കിഴക്കേ ആനപ്പന്തലിൽ എത്തിയതോടെ അസുര നിഗ്രഹത്തിനു ശേഷം കൂട്ടുമ്മൽ ഭഗവതിയോടൊപ്പം ഉദയനാപുരത്തപ്പന്റെ രാജകീയ പ്രൗഢിയാർന്ന എഴുന്നള്ളിപ്പ് വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. പല്ലാട്ട് ബ്രഹ്മദത്തൻ ഉദയനാപുരത്തപ്പന്റെ തിടമ്പേറ്റി. വിജയശ്രീലാളിതനായി വരുന്ന ഉദയനാപുരത്തപ്പനും മറ്റു ദേവീദേവന്മാർക്കും നിറദീപവും നിറപറയും ഒരുക്കിയാണ് വരവേറ്റത്. മൂത്തേടത്തുകാവ് ഭഗവതിയെ എതിരേൽക്കുന്നതിനായി തെക്കേ നടയിൽ അലങ്കാര പന്തൽ ഒരുക്കിയിരുന്നു. മൂത്തേടത്തുകാവ് ക്ഷേത്രത്തിലെ വർണ്ണ പകിട്ടാർന്ന എഴുന്നള്ളിപ്പുകളും വൈക്കം ക്ഷേത്രത്തിലേക്ക് വടക്കുഭാഗത്ത് വെച്ച് ഉദയനാപുരത്തെ എഴുന്നള്ളിപ്പിനോടൊപ്പം ചേർന്ന് വൈക്കത്തപ്പൻ നിൽക്കുന്ന കിഴക്കേ ആനപ്പന്തലിലേക്ക് എഴുന്നള്ളി. പിതാവായ വൈക്കത്തപ്പൻ തന്റെ സ്ഥാനം പുത്രനായ ഉദയനാപുരത്തപ്പന് നൽകി അനുഗ്രഹിച്ച മുഹൂർത്തം. അവകാശിയായ കറുകയിൽ കുടുംബത്തിലെ കാരണവരായ കിടങ്ങൂർ കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർ പല്ലക്കിലെത്തി സ്വർണ്ണ ചെത്തിപ്പൂ കാണിക്കയർപ്പിച്ചു. യാത്രയപ്പിന് ശേഷം വിടപറയൽ ചടങ്ങും നടന്നു. ഈ സമയത്ത് വിഷാദരാഗം നാദസ്വരത്തിൽ ആലപിക്കുന്നത് കണ്ടുനിന്ന ഭക്തരെയും ഈറനണിയിച്ചു. അടക്കി പിടിച്ച വികാരവായ്പോടെ വൈക്കത്തപ്പൻ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളുമ്പോൾ ഭഗവാന്റെ ദുഃഖം ഏറ്റുവാങ്ങി ഗോപുരമിറങ്ങിപ്പോകുന്ന ഭക്തർ അടുത്ത അഷ്ടമിക്കായി കാത്തിരിപ്പോടെ മടങ്ങി. ഇന്ന് വൈകിട്ട് ആറാട്ടെഴുന്നള്ളിപ്പും തുടർന്ന് രാത്രി ഉദയനാപുരം ക്ഷേത്രത്തിൽ കൂടിപ്പൂജ വിളക്കും നടക്കും.